ഈ കോൺഗ്രസിന് തമ്മിലടി ഭയങ്കര കോൺഗ്രസ് കോൺഗ്രസ് എന്ന് ഞാൻ പറയാം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 1921 ഗാന്ധിജി ഞാൻ പറഞ്ഞുതരാം. 21 ഗാന്ധിജി വരുന്നതിന് മുമ്പ് ഒരു ഭാരതീയൻ കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ എന്താണ് ഒരു ഭാരതീയ കോൺഗ്രസ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലയോ? ആയിക്കോട്ടെ. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ അധികാരമോഹം തമ്മിലടി, അതാണ് അവർക്ക് വന്ന പരാജയം. കമ്മ്യൂണിസ്റ്റുകാര് പൈസ ഉണ്ടാക്കുന്ന പരിപാടി, അത് വേറൊരു അവരുടെ കമ്മ്യൂണിസ്റ്റുകാര് പൈസ ഉണ്ടാക്കുന്നു. ഇപ്പൊ BJPക്ക് ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങളാരും ഇന്ത്യ കണ്ടിട്ടില്ല. ഞാൻ ഇന്ത്യ മൊത്തം സന്ദർശിച്ചവരാ. ഗുജറാത്തിൽ മോദിയുടെ സ്ഥലത്ത് റൊവാരിയ ലംബാഡിയ എന്നും പറഞ്ഞ് കുറെ ജാതിക്കാരുണ്ട്. അവര് ബ്ലൗസ് ഇട്ടൂടാ, ആ പെണ്ണുങ്ങൾക്ക് ബ്ലൗസ് ഇട്ടൂടാ. അവരിപ്പോഴും പുറവശത്ത് ഇങ്ങനെ കെട്ടിക്കൊണ്ട് വെക്കുക. അവരെ പിന്നെ പട്ടാളന്മാരും യോമാരാ അവിടെ ഭരിക്കുന്ന മൊത്തം. ഒരു ഗ്രാമത്തിൽ ഒരു സർപ്പഞ്ച് ഉണ്ട്. ആ സർപ്പഞ്ച് പറയുന്നവർക്ക് വോട്ട് കൊടുക്കൂ. ആ പൈസ മേടിച്ച് വെച്ച് പറയാം, ഇതാ അല്ലെ കൈപ്പത്തി അല്ലെ താമര, ഇത് അവരെ 5 ബീഡിയും കൊടുക്കും. വേറെ ഈ 3 പാർട്ടിക്കാരും കൊള്ളത്തില്ല, ഒരു പാർട്ടിയും കൊള്ളത്തില്ല. രാഷ്ട്രീയ പാർട്ടി കൊള്ളത്തില്ല. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അവസരവാദികളും. ഞാൻ ചോദിക്കാം, ശബരിമല സ്വർണ്ണം എന്ത് ചെയ്യും? അയ്യപ്പൻ എന്ത് ചെയ്യും? അയ്യപ്പനും പോയി. അയ്യപ്പനൊക്കെ ഇപ്പൊ ചെമ്പിനകത്തിരിക്കുക. അത് കൊണ്ടുപോയാലോ കമ്മ്യൂണിസ്റ്റുകാരാ മൊത്തം. ഇപ്പൊ തന്നെ പത്മകുമാർ എല്ലാം അകത്തിരിക്കുമല്ലോ. യവന്മാരെല്ലാം കൊണ്ട് തിന്നായത് പൈസ. യവന്മാര് മൊത്തം തിന്ന. ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല. കോൺഗ്രസ് അതിനെക്കാട്ടിയും കൊള്ളത്തില്ല. BJP വേറും പന്നല്. കാര്യം BJPയെ കുറിച്ച് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ കേരളം വിട്ടുപോകണം. കേരളത്തിൽ സ്വാതന്ത്ര്യം നമുക്ക് മറ്റടുത്ത് അടിച്ചു കൊല്ലുക. ഒരു പൊലയൻ ഒരു ബ്രാഹ്മണ സ്ത്രീയെ പെണ്ണിനെ കല്യാണം കഴിച്ച് അവനെ അടിച്ചു കൊല്ലുവരെല്ലാം കൂടെ. അതാണ് ഉത്തരേന്ത്യ. ഞങ്ങളൊക്കെ ഉത്തരേന്ത്യ കിടന്ന് 45 കൊല്ലം ഞാൻ ഉത്തരേന്ത്യ ഉണ്ടായിരുന്ന ആളാ. എനിക്കറിയാം. ഗുജറാത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവം. ഞാൻ പറഞ്ഞുതരാം. ഒരേ ഒരു സംഭവം. ഭൂകമ്പം നടന്നൊരു സ്ഥലമുണ്ട്. എവിടെ നിന്നറിയോ നിങ്ങൾക്ക്? അറിയത്തില്ല. ഗുജറാത്തിൽ കച്ചില്. ആ കച്ചില് ഞങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുക. നാരായണ സരോവർ എന്ന് പറയും. അവിടെ നാരായണ സരോവർ കഴിഞ്ഞാൽ നലിയ എന്ന് പറഞ്ഞാൽ നലിയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും സീക്രട്ട് എയർപോർട്സിന്റെ എയർപോർട്ട്. അവിടെ ഞങ്ങൾ ഉണ്ടായ സംഭവം പറഞ്ഞുതരാം. ഞങ്ങൾ അവിടെ ചെന്ന് അവർ ചോദിച്ചു, നിങ്ങൾ ഏത് ജാതിക്കാരാന്ന്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളാ. ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ഏതാ? ഞങ്ങൾ പറഞ്ഞു ഹിന്ദുക്കൾ ഹരിജനാന്നോ ബ്രാഹ്മണനാണ്. അപ്പം അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതാ സംഭവം എന്ന്. അപ്പൊ ഗുജറാത്ത് ഇന്നും മോദി ഭരിക്കുന്നെങ്കിലും ഗുജറാത്തിലെ സംഭവം ഇന്നും അതാ. ഗുജറാത്തിൽ ഇന്നും ധരിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇവയെല്ലാം ഉണ്ടാക്കിയെന്ന് മോദി. വിശ്വസിക്കാൻ പറ്റിയ പാർട്ടി സ്വതന്ത്രന്മാര്, അണ്ടർ എഴുതാത്തമാര്, സ്വതന്ത്രം. അവന്റെ അണ്ടർ കളറില്ല.